കേസിലെ ഇരയുടെ കുടുംബത്തെ വധിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയ പ്രതി അറസ്റ്റിലായി എന്നുള്ളതാണ്. വരുൺ രാജ് ഷെട്ടി എന്നു പേരുള്ള വ്യക്തിയാണിപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ബൈജു, ഇതിപ്പോൾ ഈ പോക്സോ കേസിലെ ഇരയുടെ കുടുംബത്തെയാണല്ലോ ഭീഷണിപ്പെടുത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട ആളാണോ വരുൺ രാജ്? അഭിലാഷേ, ഈ വരുൺ രാജിന്റെ സഹോദരൻ കിരൺ രാജ് എന്ന് പറയുന്ന ആളാണ് ഈ കേസിലെ പ്രതി. അയാൾ 2018 കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. ഇയാളിപ്പോൾ കാപ്പ കേസിലെ ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ കാപ്പ കുറ്റം ചുമത്തി ഇയാൾ ഇപ്പോൾ ജയിലിലാണ്. ഈ കേസിലാണ് ബന്ധുക്കളെയും അതുപോലെ തന്നെ ഈ കുട്ടിയെയും ഒക്കെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഈ കുട്ടി തന്നെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് കോടതിയിൽ ഈ കേസ് നടക്കുന്ന വേളയിലാണ് ഈ കാര്യം മജിസ്ട്രേറ്റിനോട് അറിയിക്കുന്നത്. തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, തന്നെ കുടുംബത്തിന് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും കുമ്പള പോലീസിൽ ഈ പരാതി കേസ് ഇയാളെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുമായിരുന്നു. തുടർന്നാണ് ഇയാൾ കർണാടകത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KP വിനോദും സംഘവും വളരെ സമർത്ഥമായി ഇയാളെ അപ്പോൾ തന്നെ പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. ഈ വരുൺ രാജും നിരവധി കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ എന്തായാലും കാപ്പ ഉൾപ്പെടെ ചുമത്താനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. ഇയാളുടെ സഹോദരനാണ് ഇത്തരത്തിൽ കിരൺ രാജ് എന്ന് പറയുന്നയാൾ. 2018 ഈ കുട്ടിയെ ഇത്തരത്തിൽ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചത്. ആ പോക്സോ കേസിലെ വിചാരണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഭീഷണി മുഴക്കിയത്. ഇവരെ കുടുംബത്തിനെ ഇല്ലാതാക്കും എന്ന തരത്തിലുള്ള ഭീഷണിയാണ് ഇവർ മുഴക്കിയത്. ഏതായാലും ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഒപ്പം ഇത് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ പോലും ഇത്തരത്തിൽ ഈ ഇരയ്ക്ക് വലിയ ഭീഷണി നേരിടേണ്ടി വരുന്നു, ഇല്ലെങ്കിൽ നിരന്തരം വെല്ലുവിളി നേരിടേണ്ടി വരുന്നു എന്നാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ പോക്സോ കേസിലെ പ്രതിയുടെ ബന്ധു അല്ലെങ്കിൽ സഹോദരൻ തന്നെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്. ഇവരുടെ ഒരു പശ്ചാത്തലം തന്നെ പരിശോധിച്ചാൽ ക്രിമിനൽ പശ്ചാത്തലമാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഇരയുടെ കുടുംബം നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ട് 2018 സംഭവം സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ ഒരു കുടുംബം നിയമ പോരാട്ടത്തിനിറങ്ങുമ്പോൾ അവർ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, സമൂഹത്തിന് മുന്നിൽ മറ്റു പലരിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, അതിനിടയിലാണ് ഇത്തരം വെല്ലുവിളികളും അല്ലെങ്കിൽ ഭീഷണികൾ കൂടി നേരിടേണ്ടി വരുന്നത്. ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഊർജിതമായ അല്ലെങ്കിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ? അഭിലാഷേ, ഈ വിഷയത്തിലേക്ക് വന്നാൽ തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മജിസ്ട്രേറ്റിന് മുന്നിൽ ആണ് ഈ കുട്ടി ഈ കാര്യം വ്യക്തമാക്കുന്നത്. അതായത് തന്നെയും തന്റെ കുടുംബത്തെയും ഇല്ലാതാക്കും എന്ന ഈ പ്രതിയുടെ സഹോദരൻ ഭീഷണിപ്പെടുത്തിയെന്ന കാര്യം പറയുന്നത്. മജിസ്ട്രേറ്റ് അപ്പോൾ തന്നെ ഈ വിവരം കുമ്പള പോലീസിനെ അറിയിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ കുമ്പള പോലീസ് ഇയാളെ പ്രതിയിലേക്ക് എത്തി ഇയാളെ പിടികൂടുന്ന സാഹചര്യമാണിത്. കാരണം പോലീസ് പറയുന്നത് ഇയാൾ കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇയാളെ പോലീസ് പിടികൂടുന്നതും. എന്നാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കേസുകളിലെ ഗുണ്ട ടീമുകളാണ് ഇവരൊക്കെ, ഗുണ്ട പ്രതികളാണ്. അത്തരത്തിൽ ഇയാൾക്കെതിരെയും കാപ്പ കേസ് ചുമത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇല്ലെങ്കിൽ നമുക്കറിയാം ഇത്തരം കേസുകളിൽ ഇവർ വളരെ പെട്ടെന്നാണ് പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വീണ്ടും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾക്കെതിരെ ഈ കാപ്പ കേസ് ഉൾപ്പെടെ ചുമത്തും. ഇപ്പോൾ ഈ ഭീഷണിപ്പെടുത്തിയതിന് പുറമെയാണ് ഈ കേസൊക്കെ ചുമത്തുന്നത്. ഏതായാലും പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള കൃത്യമായ വകുപ്പുകൾ ചേർത്ത് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് കുമ്പള പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചത് തന്നെയാണ് ഇത്തരം കേസുകളിൽ അകപ്പെട്ട് ഇരയായിരിക്കുന്നവരുടെ അവസ്ഥ. അവർക്ക് നിയമ പോരാട്ടം, നമുക്ക് 2018 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്രയും വർഷമായിട്ടും ഈ കേസിന് വിചാരണ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഭീഷണി മുഴക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സാക്ഷികളെയൊക്കെ കൂറുമാറ്റാനുള്ള ശ്രമമായിരിക്കാം ഈ തരത്തിൽ ഭീഷണിയുടെ പിന്നിൽ. ഏതായാലും ഈ സഹോദരൻ, ഇയാളുടെ ഈ പ്രതിയായ സഹോദരൻ ഇത്രയും വർഷമായും ഇപ്പോൾ ജയിലിൽ തന്നെയാണ്. ഇയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം അത് പോലീസിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. കാരണം ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയാണ് ഇത്തരത്തിൽ ജയിലിൽ അടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ സഹോദരനാണ് ഇപ്പോൾ ഈ ഭീഷണി മുഴക്കിയത്. ഏതായാലും സഹോദരങ്ങൾ രണ്ടുപേരെയും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇയാളെ കാപ്പ ചുമത്തി ജയിലിൽ അടക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇത്തരം കേസുകളിൽ
ഇവർക്ക് നീതി ലഭിക്കണം. അതിന് നിയമ സംവിധാനങ്ങൾ അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ വാർത്തകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുന്നതിനിടയിലാണ് ആ കുടുംബത്തിന് ഇത്തരത്തിലൊരു ഭീഷണി നേരിടേണ്ടി വരുന്നത്. കീഴ്ക്കോടതികളിൽ വിചാരണ പൂർത്തിയാക്കി ഇനി പ്രതികൾക്ക് സ്വാധീനവും പണവും ഉണ്ടായെങ്കിൽ മേൽക്കോടതികളിലേക്കൊക്കെ പോകാനുള്ള അവസരവുമുണ്ട്. അതിനിടയിൽ കഴിയുന്നത്ര ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ നിന്ന് ഊരിപ്പോരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും കാസർഗോഡ് നിന്ന് പങ്കുവച്ചത് 3 വാർത്തകൾ ആണ്. അതിൽ ആദ്യത്തേത് ഒരു യുവതിക്ക് നേരെയുണ്ടായ നഗ്നതാ പ്രദർശനമായിരുന്നു. അവിടെ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം നമ്മൾ പങ്കുവച്ചു. കാരണം പ്രതിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടും പ്രതിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. അതേസമയം 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഉൾപ്പെടെ CCTV അടക്കം പരിശോധിച്ചുകൊണ്ട് കാര്യക്ഷമമായ അന്വേഷണമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും സജീവമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് 3ാമത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിഷയത്തിലാണ്. അവിടെ പോക്സോ ഇരയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയ ആളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമല്ല അയാളെ ജയിലിനുള്ളിൽ അടയ്ക്കുവാനുള്ള നീക്കവുമായി തന്നെ പോലീസ് മുന്നോട്ടു പോവുകയാണ്. തീർച്ചയായും അത് പോലീസിനെ അഭിനന്ദിക്കേണ്ട പ്രവൃത്തി തന്നെയാണ്.